الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അർഹമുർറാഹിമീനായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയുള്ളവരായി ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതം അമലുസ്വാലിഹാത്തുകൾ കൊണ്ട് ധന്യമാക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരാം.
ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹാത്ഭുതമാണ്. അവിടുത്തെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാ അത്ഭുതമാണ്, കാരുണ്യമാണ്, ലോകത്തിന് റഹ്മത്താണ്. അവിടുന്ന് സുന്ദരമായ മാതൃകയാണ്. മഹനീയമായിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുമ്പോൾ ചെറുതാകട്ടെ വലുതാകട്ടെ, വീടിനകത്താകട്ടെ സമൂഹ മധ്യത്തിലാകട്ടെ, മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും മാതൃകയാക്കാവുന്ന നന്മയേറിയിട്ടുള്ള ഔന്നിത്യമുള്ള മഹോന്നതനായിട്ടുള്ള ഒരു മാതൃകയാണ്, വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ലോകത്തിന് ഏറ്റവും മഹനീയമായിട്ടുള്ള മാതൃക കാണിച്ചു കൊടുത്തത് നമുക്കറിയാം. അത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഇന്ത്യയിലല്ല എന്ന് മാത്രമല്ല, ചൈനയിലല്ല, മെസപ്പൊട്ടോമിയയിലല്ല, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സാംസ്കാരിക പരിസരത്ത് നിന്നല്ല, അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും സാംസ്കാരികമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്ന അവിടെ നിന്നൊന്നുമല്ല. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന അവിടെ നിന്നുമല്ല, മറിച്ച് ഒരു മരുഭൂമിയിൽ നിന്ന്, മക്കയിൽ നിന്ന്, അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരന്മാരായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന്, അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തി റസൂലായിട്ട് അള്ളാഹുവിൻ്റെ തിരുദൂതരായിട്ട് നിയോഗിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹം ലോകത്തിന് അക്ഷരാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും മഹനീയമായിട്ടുള്ള മാതൃകയായി മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തെ പിൻപറ്റുന്ന, ഏറെയേറെ സ്നേഹിക്കുന്ന പതിനായിരങ്ങൾ സ്വഹാബാ കിറാം അവിടെ ഉണ്ടായി. ആ സ്വഹാബാ കിറാം എന്ന് പറയുമ്പോൾ അവരിൽ ഓരോ ആളുകളുടെയും ജീവിത ചരിത്രം, സീറ, അത് നമ്മുടെ മുമ്പിലുണ്ട്, ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായിട്ടുള്ള പ്രവാചകൻ, ആ പ്രവാചകന് ലോകത്ത് എമ്പാടുമുള്ള ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം സമൂഹവും അല്ലാത്തവരുമൊക്കെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. അതിന് പ്രത്യേകമായ മാസമോ ദിവസമോ ഒന്നുമില്ല, മറിച്ച് പല സന്ദർഭങ്ങളിലായിട്ട് ദിനേന രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആളുകൾ എങ്ങനെയാണ് പല ആളുകളെയും മഹാന്മാരെയും ഒക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ജയന്തികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ്, ജന്മദിനം സംഘടിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ ചില ആളുകൾ ഓർക്കുന്നത് സമാധി ദിനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ്. വേറെ ചില ആളുകൾ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഓർക്കുന്നത് അവരുടെ പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 3000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മഹാന്റെ പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി നമ്മുടെ ഭരണകൂടം തന്നെ. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ മഹാന്മാരായ ആളുകളെ ഓർക്കാനും സ്മരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ മഹാന്മാരായ ആളുകളെ സ്നേഹിക്കുന്നതും ഓർക്കുന്നതുമൊക്കെ വ്യക്തിപരമായിട്ടുള്ള പൂജകൾ നടത്തിക്കൊണ്ടാണ്. യാതൊരു പരിധിയുമില്ലാതെ വ്യക്തി പൂജ നടത്തിക്കൊണ്ടാണ്, ശരീരത്തെ സ്നേഹിച്ചുകൊണ്ടാണ് പല ആളുകളും പിന്നെ ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ മഹാന്മാരെയൊക്കെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കണം,
എന്നുള്ളത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചത്, സ്വഹാബ കിറാം സ്നേഹിച്ചത് അത് എങ്ങനെയാണ് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അവിടുത്തെ കണ്ണടയോ അവിടുത്തെ മുടിയോ വടിയോ അല്ലെങ്കിൽ പൊടിയോ പാത്രമോ ആസാറുകൾ എന്ന് പറയപ്പെടുന്ന അവശിഷ്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന സംഗതികളുണ്ടല്ലോ, അതിനോടല്ല, മറിച്ച് അവിടത്തോടുള്ള സ്നേഹം ആത്മീയമായിട്ടുള്ള ഒരു സ്നേഹമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങളോടുള്ള സ്നേഹം ആത്മീയമായിട്ടാണ് എന്നുള്ളതാണ്. പല ആളുകളും നിങ്ങൾ കണ്ടില്ലേ, സമാധി സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തി അവിടെ കബറുകൾ വലയം വെക്കുന്നു, കബറുകൾക്ക് സുജൂദ് ചെയ്യുന്നു, കബറുകൾ നമിക്കുന്നു, പ്രണമിക്കുന്നു, പൂക്കൾ സമർപ്പിക്കുന്നു. അങ്ങനെയല്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. മറിച്ച് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ 18-ാം അധ്യായം 110-ാം സൂക്തം അതിൽ പറയുകയാണ്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പറയുക പ്രവാചകരെ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു വ്യക്തി മാത്രമാണ്. അന ബശറും മിസ്ലുക്കും. എന്നാൽ ചില വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്? യൂഹാ ഇലയ്യ, എനിക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നു, എനിക്ക് വഹി നൽകപ്പെടുന്നു. ആ വഹി എന്ന് പറയുന്നത് അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എനിക്ക് നിങ്ങളുടെ ആരാധ്യം, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് എന്നുള്ള ആ ഒരു വഹി നൽകപ്പെടുന്നു. അത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്കാർക്കും അങ്ങനെ വഹി നൽകപ്പെടുന്നില്ല. ആ വഹി നിലച്ചു പോയിട്ടുണ്ട് പ്രവാചകന്റെ വിയോഗത്തോടുകൂടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, ആരാധ്യനായിക്കൊണ്ട്, ആരാധനക്ക് അർഹതപ്പെട്ടവനായിക്കൊണ്ട്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ അവൻ ഏകനാകുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ഒരു ശക്തികളെയും ആരാധിക്കുവാനോ പൂജിക്കുവാനോ പാടുള്ളതല്ല എന്നായിരുന്നു ആ പ്രവാചകന് നൽകപ്പെട്ടിട്ടുള്ള ദിവ്യ സന്ദേശം. എന്നിട്ട് പറഞ്ഞു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, ആര് തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, പ്രതീക്ഷിക്കുന്നുവോ, ആര് സ്വർഗം നേടി നരകമോചനം നേടി ആഖിറത്തിലെ വിജയം ആഗ്രഹിക്കുന്നുവോ, അങ്ങനെയുള്ള മോഹമല്ലേ നമ്മുടെ മനസ്സിലുള്ളത്? നരകത്തിൽ നിന്നുള്ള മോചനം വേണം, നരകത്തിൽ നിന്നുള്ള രക്ഷ വേണം, ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടണം, പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. അതാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള മോഹം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, ആര് തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ എന്നാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ സ്വർഗം കിട്ടൂ. പക്ഷേ ആ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൂടാ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അതിൽ വർദ്ധിപ്പിക്കാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, അങ്ങനെ ഏറ്റക്കുറവില്ലാതെ ആ രൂപത്തിലായിരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ടോ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ആ റബ്ബിനുള്ള ഇബാദത്തിൽ ഒന്നിനെയും പങ്കു ചേർത്തുകൂടാ. ഒന്നിനെയും പങ്കു ചേർത്തുകൂടാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളുണ്ടല്ലോ, മരമുണ്ട്, കല്ലുണ്ട്, സർപ്പമുണ്ട്, എന്തിനെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വസ്തുവിനും, അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സമുദ്രമാകട്ടെ, ഭൂമിയാകട്ടെ, എന്തുമാകട്ടെ, അതിനൊന്നും തന്നെ ആരാധനയുടെ ഒരംശം സമർപ്പിച്ചുകൂടാ. ഏകനായ റബ്ബിന് മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഫലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ എന്ന് പറയുമ്പോൾ
തൻ്റെ രക്ഷിതാവിനുള്ള ഇബാദത്തിൽ ഒന്നും ഒട്ടും പങ്കു ചേർത്തുകൂടാ എന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും ഇബാദത്തുകൾ ചെയ്യുന്നത്, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ പൊതുസമൂഹത്തിലുള്ള ജനങ്ങളുടെ ആദരവിനും അംഗീകാരത്തിനും പ്രശസ്തിക്കുമൊക്കെ വേണ്ടി ഇബാദത്തുകളും പുണ്യങ്ങളും നന്മകളുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പരലോക വിജയം വേണോ, സ്വർഗം വേണോ, നരകമോചനം വേണോ എങ്കിൽ ശിർക്കില്ലാതെ, അതുപോലെ റിയാ ഇല്ലാതെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനം പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നബിയെ സ്നേഹിക്കാനുള്ള പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതൃക. ഒരു ഹദീസിൽ കാണാം, നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബ്ബത്തുണ്ടാകണം എന്ന് മാത്രമല്ല, നമ്മുടെ സന്താനങ്ങളെക്കാൾ, നമ്മുടെ വന്ധ്യരായിട്ടുള്ള മാതാപിതാക്കളെക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, നമ്മുടെ സമ്പാദ്യത്തെക്കാൾ, സകലതിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ രക്ഷിതാക്കളെക്കാൾ, നിങ്ങളുടെ സന്തതികളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായി മാറുന്നത് വരെ, അഥവാ അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയി തീരുന്നത് വരെ എന്നുള്ളതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ ഇഷ്ടം എങ്ങനെയാണ്? അവിടുത്തെ ഭൗതികമായ അവശിഷ്ടങ്ങൾ അതിനോട് അത് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ ആണോ? അല്ല, മറിച്ച് റസൂലുള്ള കാണിച്ചു തന്നിട്ടുള്ള മാതൃകയുണ്ട്. അങ്ങനെയാണ് സ്വഹാബത്ത് സ്നേഹിച്ചത്. പരിശുദ്ധ ഖുർആനിൽ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന ആ സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹും അവർ സ്നേഹിച്ചത് റസൂലുള്ള എങ്ങനെയാണോ വുളു ചെയ്യാൻ പറഞ്ഞത്, റസൂലുള്ള എങ്ങനെയാണോ നമസ്കരിക്കാൻ പറഞ്ഞത്, റസൂലുള്ള മതപരമായിട്ട് എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ, എന്തൊക്കെ കർമ്മങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ ചെയ്ത് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. അതാണ് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറ ആൽ ഇംറാൻ 31-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, പറയുക പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ആരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. എന്നാലോ ആ റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള കാണിച്ചു തന്ന മാതൃക അതിൽ ഏറ്റക്കുറവില്ലാതെ നമ്മൾ ജീവിതത്തിൽ പകർത്താനായിട്ട് പരിശ്രമിക്കുക എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ്. സഹോദരങ്ങളെ, മഹാന്മാരായിട്ടുള്ള സ്വഹാബികളുടെ ചരിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഒരിക്കൽ, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അതെപ്രകാരമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫഖാൽ കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വഅബ്നാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ലമ. അതായത് അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ സമ്പത്തുകളെക്കാൾ, ഞങ്ങളുടെ സ്വത്തുവകകളെക്കാൾ, ഞങ്ങളുടെ സന്തതികളെക്കാൾ, ഞങ്ങളുടെ മാതാക്കളെക്കാൾ ദാഹിച്ച് വലഞ്ഞ സമയത്ത് തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാൾ ഏറെയേറെ പ്രിയങ്കരമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുകയാണ്,
ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ റസൂലുള്ള മതപരമായി എന്ന് പറഞ്ഞു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവരെ പരിശ്രമിച്ചു എന്നർത്ഥം. അതല്ലാതെ റസൂലിനെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി റസൂലുള്ള ദൈവമാണ്, അല്ലെങ്കിൽ റസൂലിനോട് പ്രാർത്ഥിക്കാം എന്ന് ജനങ്ങൾ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ റസൂലിനെ പുകഴ്ത്തുകയല്ല. അങ്ങനെ പുകഴ്ത്തുന്ന സഹോദരങ്ങളുണ്ട്. അവർക്ക് ഒരുപക്ഷെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അതാണ് ഈ മാസം വന്നപ്പോൾ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലിനെ അധികമായി പുകഴ്ത്തുകയാണ്. പ്രിയമുള്ളവരെ, അതൊരിക്കലും പാടില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ മുഅ്മിനാകൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല, അവന് സ്വർഗം ലഭിക്കുകയില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാറ്റിനേക്കാളും, സ്വന്തം മക്കളെക്കാൾ, ഇണയേക്കാൾ, മാതാപിതാക്കളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ ജോലിയേക്കാൾ, നമ്മുടെ വാഹനത്തെക്കാൾ, നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ട ആളുകളും നേതാക്കന്മാരും ഉണ്ടാകും. അവരെക്കാളൊക്കെ ആ റസൂലിനെ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സത്യവിശ്വാസികളാകൂ. പക്ഷേ ആ റസൂലുള്ളാഹിയെ നമ്മൾ അധികമായി പുകഴ്ത്തിക്കൂടാ. അത് നബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ തുതുറൂനി കമാ അതറത്തിൻ നസ്വാറ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാമയെ ക്രൈസ്തവ സഹോദരങ്ങൾ പാടിപ്പുകഴ്ത്തി, അതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്, വറസൂലുഹു, അല്ലാഹുവിൻ്റെ ദൂതനാണ്, അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹുവിൻ്റെ ദൂതനുമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിൻ്റെ അടിമ എന്നും അള്ളാഹുവിൻ്റെ റസൂല് എന്നും നിങ്ങൾ പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ റസൂലിനെ അധികമായി പാടി പുകഴ്ത്തിക്കൂടാ. റസൂലിനെ സ്നേഹിക്കുക എന്ന പേരിൽ പല ആളുകളും ജന്മദിനം കൊണ്ടാടുകയാണ്. റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പല ഗീതങ്ങളും അതുപോലെ പാട്ടുകളും അഭ്യാസങ്ങളും പ്രകടനങ്ങളും തോരണങ്ങളും ലൈറ്റുകളും ഒക്കെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ. സഹോദരങ്ങളെ, സത്യത്തിൽ നിങ്ങൾ നോക്കൂ, അത് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണോ? സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ? ഉത്തമരായ നൂറ്റാണ്ടുകൾ പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. എന്ന് മാത്രമല്ല, മഹാനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ആ റബീഉൽ അവ്വൽ മാസം 12-ാം ദിവസം വന്നിട്ട് ഒരു കാരക്കയുടെ ഒരു ഭാഗം, ഒരു കഷ്ണം അതുപോലും അതിൻ്റെ പേരിൽ ധർമ്മം ചെയ്തിട്ടില്ല. റസൂലുള്ള അവിടത്തേക്ക് കിട്ടുന്ന എന്തും ദാനം ചെയ്യുന്ന, ധർമ്മം ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഒരാടിനെ അറുക്കൽ പോയിട്ട് ഒരു കാരക്കയുടെ കഷ്ണം പോലും റബീഉൽ അവ്വൽ മാസം വന്നിട്ട് ഇതാ ഇന്ന് എൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടാടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ദിക്റോ സ്വലാത്തോ അന്ന് വർദ്ധിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തുകളിൽ നിന്ന് ഒരായത്തോ ആയത്തിന്റെ കഷ്ണമോ റബീഉൽ അവ്വലിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ മഹാന്മാരായിട്ടുള്ള ഉലമാക്കൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് എന്ത്? വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം, പുതിയ പുതിയ സംഗതികൾ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്ത, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാത്ത സംഗതികൾ നിങ്ങൾ മതപരമായി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായ സംഗതികളും ഉണ്ടല്ലോ ദീനിന്റെ മതത്തിന്റെ പേരിൽ കൊണ്ടാടുന്ന കാര്യം, അത് ദിക്റല്ലേ, ദുആയല്ലേ, നല്ലതല്ലേ, ആളുകൾക്ക് ഭക്ഷണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ പാടില്ല. കാരണം അത് ബിദ്അത്താണ്, അനാചാരമാണ്.
വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തുകളും നരകത്തിലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകിയ സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് മതപരമായി കൊണ്ടുവന്നോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാത്തത് ആര് പഠിപ്പിച്ചാലും, എത്ര വലിയ മഹാന്മാര് പഠിപ്പിച്ചാലും അത് വർജിക്കുവാൻ നമ്മൾ തയ്യാറാകണം. മഹാനായിട്ടുള്ള ഇമാം സഹാബി റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ അസ്സീറത്തുൽ ഹലബിയ എന്ന് പറയുന്ന കിതാബില് അതിന്റെ 1-ാം വാള്യം 183-ാമത്തെ പേജിൽ പഠിപ്പിക്കുകയാണ്, ലം യഫ്അലുഹു അഹദും മിനസ് സലഫി ഫിൽ ഖുറൂനി സലാസ. ഉത്തമരായ 3 നൂറ്റാണ്ടുകാരുണ്ടല്ലോ, അതിൽ ഒരാളും ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. വഇന്നമാ ഹദസ ബഅദു, തീർച്ചയായും ഇങ്ങനെയുള്ള ഒരാഘോഷം അത് ആ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്നതാണ് എന്നാണ് മഹാനായിട്ടുള്ള ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. അദ്ദേഹം പ്രഗത്ഭനാണ്, ഹിജ്റ 852-ൽ വഫാത്തായ മഹാനാണ്. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന അതിപ്രശസ്തമായ വിശ്വവിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. അദ്ദേഹം രേഖപ്പെടുത്തുന്നു, അസ്ലു അമലിൽ മൗലിദ് ബിദ്അ, ഈ മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്, അനാചാരമാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ. ഉത്തമരായ 3 നൂറ്റാണ്ടുകളുണ്ടല്ലോ, ആ നൂറ്റാണ്ടുകളിൽ നിന്ന്, സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു പഠിപ്പിക്കാത്ത, റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ പഠിപ്പിക്കാത്ത, ഉത്തമരായ നൂറ്റാണ്ടുകാർ പഠിപ്പിക്കാത്ത പുതുതായ ഒരു ആചാരമാണിത്. ആ ആചാരം നമ്മൾ ചെയ്തുകൂടാ. മറിച്ച് നമ്മൾ നബിയോട് സ്നേഹം കാണിക്കണം, നബിയോട് മഹബ്ബത്തുള്ളവരാകണം. നബിയോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ആസാറുകൾ അത് പിൻപറ്റി പോകുകയല്ല, അവശിഷ്ടങ്ങൾ തേടിപ്പോകല്ല, മറിച്ച് റസൂലുള്ള മതപരമായി കാണിച്ചു തന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നബിയോടുള്ള സ്നേഹം, നബിയെ സ്നേഹിക്കണം, ഏറ്റവും അധികം സ്നേഹിക്കണം എന്ന് നമ്മൾ ആവർത്തിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുകയുണ്ടായി. അങ്ങനെയുള്ള ചില സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നിസ്സാരമായി കാണുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇദാ അതൈത മൽജഅക്, നീ നിന്റെ ബെഡ്റൂമിലേക്ക് ഉറങ്ങാനായിട്ട് വിരിപ്പിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഫതവല്ല വുളൂഅക ലിസ്വലാ, നമസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെ വുളൂ ചെയ്ത് വൃത്തിയോടുകൂടെ നീ കിടക്കാനായിട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ ഖിറാഅത്ത് സൂറത്തുൽ ഇഖ്ലാസ് വൽ മുഅവ്വിദതൈൻ, പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ 3 സൂറത്തുകൾ ഉണ്ടല്ലോ, അത് പാരായണം ചെയ്യുക. അത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃക എന്താ അറിയോ? കൈകൾ ചേർത്ത്, കൈപ്പടങ്ങൾ ചേർത്ത് അതിലേക്ക് ഊതുക, എന്നിട്ട് ഈ 3 സൂറത്തുകൾ മോദി ശരീരമാസകലം തടവുക. അത് സഹീഹുൽ ബുഖാരിയിലെ 5017-ാം നമ്പർ വന്നിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുകൾ നിർവഹിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 34 തവണ. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇനിയോ, നമ്മൾ ഉറക്കത്തിനിടയിൽ ഉണർന്നു കഴിഞ്ഞാൽ, ആളുകൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇടയ്ക്ക് ഉറക്കം ഉണരുമല്ലോ,
ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മൾ ചൊല്ലുകയും എന്നിട്ട് പടച്ചവനെ എനിക്ക് പുറത്തു തരണേ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്നോ നമ്മൾ പ്രാർത്ഥിക്കുക. എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ചെയ്യപ്പെടുമെന്ന് സഹീഹുൽ ബുഖാരിയുടെ 1154 നമ്പർ വചനത്തിൽ വന്നിട്ടുണ്ട്. ഉറക്കം ഉണർന്ന് നമ്മൾ പ്രഭാതത്തിൽ ഇങ്ങനെ എഴുന്നേൽക്കുമല്ലോ, ആ സന്ദർഭത്തിലുള്ളൊരു പ്രാർത്ഥന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതറിയാം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നുള്ള പ്രാർത്ഥന. ഇതൊന്നും നിസ്സാരമല്ല, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് വെറുതെ പറയുക മാത്രമല്ല, ഈ വക സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം വുളുവിന് ശേഷം ഉള്ള പ്രാർത്ഥന. വുളു എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടും. ഇഷ്ടമുള്ള, അവൻ ആഗ്രഹിക്കുന്ന കവാടത്തിലൂടെ ആ സ്വർഗീയ ലോകത്തേക്ക് അവന് പ്രവേശിക്കാം എന്ന് സഹീഹ് മുസ്ലിമിൻ്റെ 553 വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇപ്പോൾ ബാങ്ക് വിളിച്ചു, ജുമാക്ക് ബാങ്ക് വിളിച്ചു. അങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. നമ്മളതൊക്കെ നിസ്സാരമായിട്ട് പല ആളുകളും കാണും. ഇതൊക്കെ ഗൗരവമുള്ള കാര്യമാണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ബാങ്ക് വിളിക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും മുഅദ്ദിന് പറയുന്ന വാക്കുകൾ ഏറ്റുപറയുകയും ചെയ്യുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാകണം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ബാങ്കിന് ശേഷം അവിടുത്തെ നബിയുടെ പേരിൽ സ്വലാത്ത് കൂടെ നിർവഹിക്കുക എന്നുള്ളതാണ്. എങ്കിൽ സുമ്മ സ്വല്ലു അലയ്യ ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. പ്രവാചകന്റെ മേൽ സ്വലാത്ത് നിർവഹിച്ചാൽ, നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്നുള്ള പ്രാർത്ഥന പറയാറുണ്ട്. അതിന് മുന്നോടിയായിക്കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലി മുഹമ്മദ് എന്നിങ്ങനെ ഒരു സ്വലാത്ത് നിർവഹിക്കുക. അത് നിർവഹിച്ചാൽ അല്ലാഹു നമുക്ക് 10 അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ദന്തശുദ്ധീകരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ ദന്തം ശുചീകരിക്കുക. നമസ്കാരത്തിന് വുളു ചെയ്യുമ്പോൾ വുളുവിൻ്റെ ആരംഭത്തിൽ നമ്മൾ ദന്തം ശുചീകരിക്കുക. അതുപോലെ പള്ളികളിലേക്ക് നേരത്തെ വരിക. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഭവനമാണിത്. ഈ ഭവനത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ നബിയോടുള്ള സ്നേഹമാണല്ലോ പറയുന്നത്. എങ്ങനെ നബിയെ സ്നേഹിക്കാം എന്ന് ചോദിച്ചാൽ അതിനുള്ള കൃത്യമായ ഉത്തരം ഇതുപോലെയുള്ള മഹനീയമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് നബിയോടുള്ള ആ മഹബ്ബത്ത് നിർവഹിക്കാം. അള്ളാഹുവിൻ്റെ പള്ളി ഇതിലേക്ക് വരുമ്പോൾ വലത് കാല് വെച്ച് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് പറയുക. വൈദാ ഖറജ്, ഇനി പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പറയുക. അതൊക്കെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിൻ്റെ, നിന്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരേണമേ. അതാണ് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ. പോകുമ്പോഴോ അല്ലാഹുവേ, നിന്റെ ഔദാര്യത്തിൽ നിന്ന്, നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞാനിതാ തേടുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, റവാത്തിബ് സുന്നത്തുകളുണ്ടല്ലോ, ഫർള് നമസ്കാരാനന്തരം, അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പ് ഒക്കെയുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്,
ളുഹറിൻ്റെ മുമ്പ് 2 അല്ലെങ്കിൽ 4, ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2. ഇതാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. ഇത് മിക്കപ്പോഴും റസൂലുള്ള വീട്ടിൽ വെച്ചാണ് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അതുപോലെ ളുഹാ നമസ്കാരം സാധിക്കുമ്പോൾ ളുഹാ നമസ്കരിക്കുക. സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 2 റക്അത്ത് ളുഹാ നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് ളുഹാ നമസ്കരിക്കുക. സാധിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. അതൊക്കെ നിർവഹിച്ച് അങ്ങനെയാണ് പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതല്ലാതെ വളർന്നു എന്ന് വ്യാജം പറയുന്ന തിരുകേശങ്ങൾ അന്വേഷിച്ചു കൊണ്ടല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. റബീഉൽ അവ്വൽ വന്നാൽ അന്നായിരിക്കട്ടെ എൻ്റെ ഹൗസ് വാമിങ് എന്ന് തീരുമാനിച്ചു കൊണ്ടല്ല. റബീഉൽ അവ്വൽ വന്നാൽ തോരണങ്ങളും മനോഹരമായ ബാനറുകളും ലൈറ്റുകളും കമാനങ്ങളും തൂക്കിക്കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായി പരിശുദ്ധ ദീനിന്റെ ഭാഗമായി പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അത് റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതിൽ വർദ്ധിപ്പിക്കാതെ കുറക്കാതെ അങ്ങനെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. അതാണ് യഥാർത്ഥത്തിലുള്ള മഹബ്ബത്തുൻ നബി, അതാണ് പ്രവാചകനോടുള്ള സ്നേഹം എന്നറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്നേഹിക്കാൻ, സ്വഹാബാ കിറാം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ റഹ്മത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ടും സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവിടെ രോഗം ശിഫയായി കൊടുക്കുകയും സാമ്പത്തിക പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ചെയ്ത് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ വന്ധ്യരായ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ആദർശം സ്വീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി നീ അനുഗ്രഹിക്കണമേ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആബാഇനാ വലി ഉമ്മഹാതിനാ വലി അസ്വാജിനാ വലി ഇഖ്വാനിനാ വലി അഖ്വാതിനാ യാ റബ്ബൽ ആലമീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في فلسطين. اللهم طهر قلوبنا من الكفر والنفاق والرياء يا رب العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم رب ارحم والدينا كما ربونا صغارا. اللهم اعتق ركابنا وركاب والدينا من النار بفضلك وجودك يا أرحم الراحمين. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.